അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ ദർസ് 15. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. സൂറത്തുൽ ഇഖ്ലാസ് ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 എന്ന് പറയാൻ കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യുമ്പോഴേക്ക് ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണ് ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ പാഠ്യവിഷയങ്ങൾ 3 പണ്ഡിതർ തിരിച്ചിട്ടുണ്ട്. 1 വിശ്വാസം, 2 കർമ്മപരമായ കാര്യങ്ങൾ, 3 ചരിത്രങ്ങൾ. ഈ 3 വിഷയങ്ങളിലെ പ്രഥമവും പ്രധാനവുമായ വിഷയമാണ് വിശ്വാസം. ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പാഠ്യവിഷയങ്ങളിലെ 1/3 വിശ്വാസത്തെ വിവരിക്കുന്ന സൂറത്തായതുകൊണ്ട് ഈ സൂറത്തിനെ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഇന്ന് ലോകത്ത് ദൈവവിശ്വാസികളാണ് 98%. ദൈവവിശ്വാസികളിൽ തന്നെ ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമുണ്ട്. ബഹുഭൂരിപക്ഷവും ബഹുദൈവ വിശ്വാസികളാണ്. വളരെ ന്യൂനപക്ഷം മാത്രമാണ് എക്കാലത്തും ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ എല്ലാ വകുപ്പുകളും അടിമുടി തെറ്റാണെന്നും ഏകദൈവ വിശ്വാസം മാത്രമേ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഈ അധ്യായം തെളിയിക്കുന്നത്. ഈ അധ്യായം ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം, ബഹുദൈവ വിശ്വാസികളിൽ ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, സിഫ് ലനാ റബ്ബക്, നീ നിന്റെ രക്ഷിതാവാണെന്ന് പറയുന്ന അള്ളയുണ്ടല്ലോ, ആ അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾക്കൊരു വിവരണം തരണം. അമിൻ ദഹബിൻ, ആ അള്ളാഹു സ്വർണത്താൽ ഉണ്ടാക്കപ്പെട്ടതാണോ, അമ്മിൻ ഫില്ലത്തിൻ, അതോ വെള്ളിയാൽ ഉണ്ടാക്കപ്പെട്ടതാണോ? ആ സമയത്താണ് അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അധ്യായം ഇറക്കിക്കൊടുക്കുന്നത്. ഖുൽ എന്നതുകൊണ്ടാണ് തുടക്കം. ഖുൽ, നബിയെ അവിടുന്ന് പറയുക. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസങ്ങളിലെ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം പറയുമ്പോൾ പോലും തുടങ്ങുന്നത് ഖുൽ എന്ന വാക്കുകൊണ്ടാണ്. ആ ഖുൽ എന്ന വാചകം വളരെ പ്രധാനപ്പെട്ട 1-2 ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 1, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞുവോ അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് മനസ്സിലായതുപോലെയല്ല വിശ്വസിക്കേണ്ടത്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റൂട്ടിലൂടെ നമ്മൾ വിശ്വസിക്കണം. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അവനെ പടച്ചതും അവന് വായുവും വെള്ളവും ആഹാരവും എല്ലാം നൽകുന്നതും അള്ളയാണെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ പടച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ അള്ളാഹുവിന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ എന്നും വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി വിശ്വാസങ്ങൾ നോക്കുമ്പോൾ ക്ലിയറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ അവിശ്വസിക്കുന്നു എങ്കിൽ അവൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല. കാരണം എന്താണ്? റൂട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹുവിനെ വിശ്വസിക്കണം. അപ്പോഴേ അള്ളാഹുവിലുള്ള വിശ്വാസമാവുകയുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മലക്കുകളിൽ വിശ്വസിക്കണം. അപ്പോഴാണ് മലക്കുകളിലുള്ള വിശ്വാസം ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ഖുൽ, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദു ഖൈസ് നിവേദക സംഘം സമീപിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നബിയേ, ഞങ്ങൾ അങ്ങകലെ നിന്നാണ് വരുന്നത്. എപ്പോഴും തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിച്ചു തന്നാലും അവ മുഖേന ഞങ്ങൾക്ക് സ്വർഗപ്രവേശം ലഭിക്കണം, നരകത്തിൽ നിന്ന് മോചനവും ലഭിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ പ്രഥമവും പ്രധാനവുമായ കാര്യം അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നായിരുന്നു. എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അത്തദറൂനമൽ ഈമാനു ബില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, ഞങ്ങൾക്കറിഞ്ഞുകൂടാ, അള്ളാഹുവിനും റസൂലിനും കൂടുതൽ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുക. നോക്കൂ, അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചപ്പോഴും മുത്തുനബി തങ്ങളെ ഒഴിവാക്കുന്നില്ല. അവിടെയും കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ റൂട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിതങ്ങൾ പറയുന്നതിലൂടെ, നബിതങ്ങൾ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. അപ്പോഴേ അള്ളാഹുവിലുള്ള വിശ്വാസമാകൂ. അതാണ് ഖുൽ എന്ന വാചകം നമുക്ക് പാഠം നൽകുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈമാനിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത്തസ്ദീഖു ബികുല്ലി മാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളിലും വാസ്തവമാക്കുന്നതാണ് വിശ്വാസം എന്ന് പണ്ഡിതന്മാർ വിവരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.